ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷ സി.കെ. ജാനു, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷൻ പി.വി. അൻവർ, കേരള കാമരാജ് കോൺഗ്രസ് അധ്യക്ഷൻ വിഷ്ണുപുരം ചന്ദ്രശേഖർ എന്നിവരെ യു.ഡി.എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ യു.ഡി.എഫ് യോഗത്തിന് ശേഷം അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന ചർച്ചകൾ അടുത്ത മാസം തുടങ്ങുമെന്നും യു.ഡി.എഫ് നേതൃയോഗത്തിന് ശേഷം വി.ഡി. സതീശൻ പറഞ്ഞു. ഫെബ്രുവരിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യു.ഡി.എഫ് യാത്രയും സംഘടിപ്പിക്കും. ശ്രീ പി.വി. അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, ശ്രീമതി സി.കെ. ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ്, ഈ മൂന്ന് കക്ഷികളെ യു.ഡി.എഫിൻ്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ യു.ഡി.എഫ് ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. യു.ഡി.എഫിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടൻ ആരംഭിക്കും. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അതാത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കണം എന്നാണ് യു.ഡി.എഫ് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഫെബ്രുവരി ആദ്യവാരം മുതൽ യു.ഡി.എഫിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്താനും ഇന്നത്തെ ഏകോപന സമിതി യോഗം തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായുണ്ട്. പ്രദീപ്, യു.ഡി.എഫിലെ ഇന്നത്തെ ചർച്ചകൾ ഏത് തരത്തിലായിരുന്നു? അസോസിയേറ്റ് ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ചർച്ചകൾ ഏത് തരത്തിൽ? നിയമസഭാ സീറ്റിലെ വിഭജനം, അക്കാര്യത്തിലുള്ള ധാരണ, അക്കാര്യത്തിലെ പ്രാഥമിക ചർച്ചകളും നടന്നോ യോഗത്തിൽ? രതീഷ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള ആദ്യ യു.ഡി.എഫ് ഏകോപന യോഗമാണ് ചേർന്നത്. പ്രധാനമായും മുന്നണിയുടെ അടിത്തറ ഭദ്രമാക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. നേരത്തെ തന്നെ സി.കെ. ജാനുവും പി.വി. അൻവറും യു.ഡി.എഫിൽ അംഗത്വം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷ പരിഗണിച്ച് ഇരുവരെയും യു.ഡി.എഫിൻ്റെ അസോസിയേറ്റ് അംഗത്വം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യം അതത് പാർട്ടികളെ അറിയിക്കുകയും ചെയ്തു. ഒപ്പം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കേരള കാമരാജ് കോൺഗ്രസിനും അസോസിയേറ്റ് അംഗത്വം നൽകുമെന്നാണ് വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ജോസ് കെ മാണിയെ യു.ഡി.എഫിലേക്ക് പ്രവേശിപ്പിക്കുന്നതുമായി അല്ലെങ്കിൽ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് വി.ഡി. സതീശൻ വ്യക്തമാക്കി. നേരത്തെ യു.ഡി.എഫ് യോഗത്തിലേക്ക് കയറും മുൻപ് പി.ജെ. ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൻ്റെ തൻ്റെ പാർട്ടിയുടെ നില ഭദ്രമാണ്, ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ അടിത്തറ തകർന്നു എന്നാണ്. അതേസമയം ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്ക് തുടക്കമിടാൻ ചില ആളുകൾ ശ്രമിച്ചുവെങ്കിലും ഇപ്പോൾ അക്കാര്യം ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാട് പി.ജെ. ജോസഫ് എടുത്തു എന്നും വിവരമുണ്ട്. എന്തായിരുന്നാലും മറ്റാരുമായും നിലവിൽ ഇത് സംബന്ധിച്ച ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് അസന്ദിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ആർക്കും മുന്നിൽ വാതിൽ പൂർണ്ണമായും കൊട്ടിയടയ്ക്കുന്നു എന്നല്ല ഇതിനർത്ഥം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.